പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സിലേക്ക് ഒരു സമാധാനവും ഹൃദയത്തിൻ്റെ ഭാരമൊക്കെ മാറുന്നൊരു നിമിഷമാണ് ആരാധനയുടെ നിമിഷം എന്ന് പറയുക. ആണ്, സത്യമായിട്ടുമാണ്. ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ പലരും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വ്യക്തിപരമായൊരു ജീവിതത്തിലും എൻ്റെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കുന്നതും സ്വസ്ഥമാകുന്നതും ഈശോയുടെ മുന്നിൽ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരം പോകുന്നു, ആരാധിക്കുമ്പോൾ പുതിയൊരു ഉണർവ് ലഭിക്കുന്നു, ആരാധിക്കുമ്പോൾ അഭിഷേകം, ആരാധിക്കുമ്പോൾ ആനന്ദം, ആരാധിക്കുമ്പോൾ വിശുദ്ധിയിൽ മുന്നേറാനുള്ള കൃപ. അവൻ ആരാധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈശോയെ പിഞ്ചെല്ലാൻ കഴിയുന്ന വ്യക്തികളായിട്ട് മാറുക. ഇന്നത്തെ ആഗമനകാല ചിന്ത ഇത് തന്നെയാണ്. ആരാധിക്കുന്നവരായിട്ട് മാറുക, ഈശോയെ ആരാധിക്കുന്നവരായിട്ട് മാറുക, കൂടുതൽ കൂടുതൽ ആരാധിക്കുന്നവരായിട്ട് മാറുക. വചനമുണ്ടല്ലോ, ലൂക്കാ 2:14, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടോ? ദൂതനും മാലാഖമാരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാ. അവര് ദൈവത്തെ ആരാധിക്കാൻ വന്നതാ. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോയെ ആരാധിക്കാൻ വന്നതാ. ഉണ്ണീശോയെ മഹത്വപ്പെടുത്താൻ വന്നതാ. എല്ലാവരുടെയും മുന്നിൽ പ്രഘോഷിക്കാൻ വന്നതാ. ആട്ടിടയന്മാര് വന്നു, എന്തിന്? ആരാധിക്കാൻ. പൂജരാജാക്കന്മാര് വന്നു, എന്തിന്? ആരാധിക്കാൻ. പരിശുദ്ധ അമ്മയും ഔസപിതാവും കൂടി ഉണ്ണിയെ മാറി മാറി എടുത്ത് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. എന്തിനാ? ആരാധിക്കാൻ. ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മളെല്ലാവരും. ഈശോയെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാ നമ്മളെല്ലാവരും. ആരാധിക്കുമ്പോൾ ഗാനം പാടുന്നത് പോലെ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. കണ്ടോ? ആരാധിക്കുമ്പോൾ വിടുതൽ കിട്ടും, ആരാധിക്കുമ്പോൾ സൗഖ്യം കിട്ടും. ഈശോയെ, പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോയെ ആരാധിക്കാൻ ഒരു മനസ്സുണ്ടാവട്ടെ ഈ ക്രിസ്മസിന്. ഈശോയെ മഹത്വപ്പെടുത്താൻ ഒരു മനസ്സുണ്ടാവട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 16 പൗലോസും സീലാസും സ്തുതിച്ചപ്പോ കെട്ടുകൾ അഴിഞ്ഞു, ആരാധിച്ചപ്പോ കെട്ടുകൾ അഴിഞ്ഞു. ആരാധിച്ച് നമ്മളുടെ ബന്ധനങ്ങളും കെട്ടുകളും കഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.